ഹലോ, നമസ്കാരം. എന്തിനായിരിക്കും ഒരു മനുഷ്യൻ ജീവിക്കുന്നത്? ഈ ചോദ്യം എപ്പോഴും നമ്മളെ അലട്ടിയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഒരുപാട് രാജ്യങ്ങളിൽ സർവേ നടത്തിയതിനു ശേഷം, ഒരുപാട് ആളുകളോട് സംസാരിച്ചതിന് ശേഷം, ഒരുപാട് സംഘടനകളും ഒരുപാട് ആളുകളും എത്തിച്ചേർന്നിട്ടുള്ള ഒരു കൺക്ലൂഷനുണ്ട്. എല്ലാ ആളുകളും ജീവിക്കുന്നത് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു സന്തോഷം സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത്. പണത്തിന് പിന്നാലെ ഓടുന്നതും, മക്കളെ നോക്കുന്നതും, നാട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും, ഈവൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതും സിനിമയിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ അൾട്ടിമേറ്റ്ലി നമുക്ക് സ്വന്തമായി സന്തോഷിക്കാൻ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും സന്തോഷിക്കണമെന്നുള്ള ആ ഒരു സത്യം നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ സന്തോഷം എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ജീവിതം വളരെ ബുദ്ധിമുട്ടി തള്ളി നീക്കുകയും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ജീവിതകാലം പെട്ടെന്ന് തീരുകയും ചെയ്യുന്ന ഒരു ഭീകരമായ അവസ്ഥയുണ്ട്. ഒരുപക്ഷെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴായിരിക്കും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സന്തോഷിക്കാൻ, സ്വന്തമായി സന്തോഷിക്കാൻ ഒരല്പം സമയം പോലും നമ്മൾ മാറ്റി വച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഭീകരമായ ഒരവസ്ഥയാണിത്. സന്തോഷത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടാവുക നല്ല ട്രാവലുകളിലൂടെയാണ്. ഏറ്റവും നല്ല യാത്രകൾ നമുക്ക് ഒരുപാട് പഠനങ്ങൾ തരുന്നു, ഒരുപാട് ബന്ധങ്ങൾ തരുന്നു, ഒരുപാട് അറിവുകൾ തരുന്നു. ഒരുപക്ഷെ ഒരു യാത്ര 1000 പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും നമുക്ക് സമ്മാനിക്കുന്ന അറിവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെ നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു മനോഹരമായ യാത്രയുണ്ട്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, കണ്ണടച്ച് ഈ യാത്രയ്ക്ക് തയ്യാറായിക്കോളും. ഇനിയിപ്പോൾ ഒരു ഓൺട്രപ്രണർ അല്ല, നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലാണ്, അങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു യാത്ര നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ലോകത്തിലെ ഏറ്റവും അധികം ഹാപ്പിനെസ് ഉള്ള ഒരു രാജ്യത്തേക്ക് നമുക്ക് യാത്ര പോയാലോ? ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ഉയരെ നിൽക്കുന്ന രാജ്യം നമുക്കറിയാവുന്ന ആ രാജ്യത്തിൻ്റെ പേര് ഫിൻലാൻഡ് എന്നാണ്. ഒപ്പം തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം, സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം, ഏറ്റവും ഇന്നൊവേറ്റീവായ രാജ്യം, ഈ രാജ്യങ്ങളൊക്കെ തന്നെ സ്കാൻഡിനേവിയയിലാണ്. അതായത് ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ. ഏറ്റവും സമാധാനകരമായ, ഏറ്റവും സന്തോഷത്തോടെ ആളുകൾ ജീവിച്ചു പോകുന്ന രാജ്യം, ഏറ്റവും സെക്യുലറായ രാജ്യങ്ങൾ, ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളും ഏറ്റവും വലിയ മാറ്റങ്ങളും ഉണ്ടാക്കപ്പെടുന്ന രാജ്യങ്ങൾ, ഏറ്റവും നല്ല രീതിയിൽ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന രാജ്യങ്ങൾ, ഏറ്റവും മനോഹരമായ കാലാവസ്ഥയിലൂടെ, തണുത്ത കാലാവസ്ഥയിലൂടെ പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ, ഏറ്റവും മനോഹരമായ ചില പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലേക്ക് യാത്ര പോവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. ഫിൻലൻഡ് പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലോകത്തിൽ തന്നെ 1-ാം നമ്പറിൽ നിൽക്കുന്ന ഒരു രാജ്യം നമുക്ക് എന്തൊക്കെ അറിവുകളായിരിക്കും സമ്മാനിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ജൂലൈയിൽ നമുക്കൊരു യാത്ര പോയാലോ? അതെ, സ്കാൻഡിനേവിയയിലേക്കാണ് ഇത്തവണത്തെ യാത്ര. സ്കാൻഡിനേവിയയിലെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട്, അതും സ്കാൻഡിനേവിയൻ സമ്മർ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലൈമറ്റുകളിൽ ഒന്നായി നമുക്ക് വേണമെങ്കിൽ ഗണിക്കാവുന്നതാണ്. ഏറ്റവും മനോഹരമായ, ഏറ്റവും കളർഫുള്ളായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നോർവേയിലൂടെയും സ്വീഡനിലൂടെയും ഫിൻലാൻഡിലൂടെയും ഡെൻമാർക്കിലൂടെയും നമുക്കൊന്ന് കറങ്ങാം. കാരണം നമ്മളുടെ കൂടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു പറ്റം വളരെ പോസിറ്റീവായിട്ടുള്ള, സന്തോഷം ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന, ഹാർമണി ആഗ്രഹിക്കുന്ന, ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഒരു പറ്റം ഓൺട്രപ്രണേഴ്സാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ യൂറോപ്പിൽ പോയിരുന്നു 40ഓളം ഓൺട്രപ്രണേഴ്സായിട്ട്. അതിനു മുമ്പ് ഒരു 40ഓളം ഓൺട്രപ്രണേഴ്സായിട്ട് ജപ്പാനിൽ പോയിരുന്നു. ഈ യാത്രകളെല്ലാം തന്നെ ഒരുപാട് അറിവുകളാൽ സമ്പന്നമായിരുന്നു. ഞാനും ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഈ ട്രെയിനിങ്ങിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഇത്തവണ ഹാപ്പിനെസ്സും നമ്മുടെ ലൈഫിനെ എങ്ങനെ ഏറ്റവും എഫക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങളുമാണ്. നമ്മുടെ ലൈഫിനെയും ബിസിനസ്സിനെയും കോർത്തിണക്കിക്കൊണ്ട് എങ്ങനെ ജീവിതം സന്തോഷകരമാക്കാം എന്നുള്ളത് കൂടി നമ്മൾ ഈ ട്രെയിനിങ് സെഷനുകളിലൂടെ പറയുന്നു. ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ ഒട്ടും ബോറടിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളല്ല, വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള, ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഇൻഫോർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളായിരിക്കും. ഒപ്പം തന്നെ നമ്മളുടെ യാത്രകളെല്ലാം ഏറ്റവും സന്തോഷപ്രദവുമായിരിക്കും. ഒരിക്കലും മറക്കാനാകാത്ത ഒരു 11-12 ദിനങ്ങൾ സമ്മാനിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു യാത്രയാകും ഇത്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചോളൂ. ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും ഈ യാത്ര എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ യാത്ര നമുക്കായി ഒരുക്കുന്നത് ഗോ കെയർ ഹോളിഡേയ്സ് ആണ്.
ഗോകെയർ ഹോളിഡേയ്സിൻ്റെ പ്രത്യേകത ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ പാക്കേജുകൾ തയ്യാറാക്കുകയും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല ഹോട്ടൽസ് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഐറ്റിനറി തയ്യാറാക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടൂർ കമ്പനി തന്നെയാണ് ഗോകെയർ. ഗോകെയറിൻ്റെ 13 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാം. ഒപ്പം തന്നെ കഴിഞ്ഞ യാത്രകളിലൊക്കെ യൂറോപ്പിലും ജപ്പാനിലും കാന്റൺ ഫെയറിലും എല്ലാം തന്നെ ഗോകെയർ ഒരുക്കിയിട്ടുള്ള ഹോട്ടൽസും ഒപ്പം തന്നെ അവർ കൊടുത്തിട്ടുള്ള കസ്റ്റമർ കെയറും ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഗോകെയറിൻ്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ തന്നെ സ്കാൻഡിനേവിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സേഫായിട്ടും ഏറ്റവും സെക്യൂറായിട്ടും ഒപ്പം തന്നെ ഏറ്റവും ഹാർമണിയോടുകൂടിയും നമുക്ക് ഈ യാത്ര എൻജോയ് ചെയ്യാമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നാൽ ഉടൻ തയ്യാറായിക്കോളൂ. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.